നമസ്കാരം. മാലദ്വീപ് പുതിയ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ചൈനയിലേക്കുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ തിരക്കിട്ട യാത്രകളും ചർച്ചകളും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും മാലദ്വീപ് പുതിയ അടവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് മാലദ്വീപിന്റെ പുതിയ നീക്കം? അതിലേക്ക് വരികയാണെങ്കിൽ, മാലദ്വീപിന്റെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യയോട് അഭ്യർത്ഥനയുമായിട്ടാണ് ഇപ്പോഴത്തെ വരവ്. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലദ്വീപിൽ എത്തുന്നതിലും വലിയ കുറവ് ഇപ്പോഴുണ്ട്. ഈ കുറവ് മാലദ്വീപിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്തതോടെയാണ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ വെൽക്കം ഇന്ത്യ ക്യാമ്പയിനുമായി ഇന്ത്യ സന്ദർശനത്തിനായി മുന്നിട്ടിറങ്ങിയത്. രാജ്യത്തെ 3 നഗരങ്ങളിൽ നടക്കുന്ന ക്യാമ്പയിനിലൂടെ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ മാലദ്വീപിൽ എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വർഷം 2 ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ലക്ഷ്യമിടുന്ന മാലദ്വീപ് ഇന്ത്യയിലെ മെട്രോകൾക്ക് പുറത്തുള്ള നഗരങ്ങളിലെ വ്യാപാര പ്രദർശനങ്ങളിലൂടെയും സിനിമാ താരങ്ങളെയും സ്വാധീനിക്കുന്നവരെയും ഒക്കെ ഉൾപ്പെടുത്തി വിനോദസഞ്ചാരത്തിന്റെ വിവിധ വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ യാത്രക്കാരെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ തന്ത്രപ്രധാനമായ ക്യാമ്പയിൻ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ദ്വീപസമൂഹത്തിന്റെ ആകർഷണങ്ങൾ സാധ്യതയുള്ള ഇന്ത്യൻ സന്ദർശകർക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ വർഷം മെയ് മാസത്തിൽ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ ടൂറിസം മന്ത്രി ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു. ദയവായി മാലദ്വീപ് ടൂറിസത്തിന്റെ ഭാഗമാകൂ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളോടായി അഭ്യർത്ഥിച്ചത്. 2023 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ 4 മാസങ്ങളിൽ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം 42% കുറഞ്ഞു. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. 2023 മാലദ്വീപിൽ ഏറ്റവും കൂടുതൽ വിദേശ സന്ദർശകരെത്തിയത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ്. ചൈന 3ാം സ്ഥാനത്താണ്. കണക്കുകൾ പ്രകാരം 2023 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മാലദ്വീപിന് ഇന്ത്യയിൽ നിന്ന് 73,785 വിനോദസഞ്ചാരികൾ ലഭിച്ചു. മറുവശത്ത് ഇതേ വർഷം ഇതേ കാലയളവിൽ ദ്വീപ് രാഷ്ട്രം 42,638 വിനോദസഞ്ചാരികളുടെ വരവ് രേഖപ്പെടുത്തി. 31,147 വിനോദസഞ്ചാരികളുടെ കുറവും പറയുന്നുണ്ട്. 2024 ജനുവരിയിൽ 15,006 ഇന്ത്യക്കാർ ദ്വീപ് രാഷ്ട്രം സന്ദർശിച്ചതായി സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നു. ഫെബ്രുവരിയിൽ 11,252 ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് ദ്വീപ് രാഷ്ട്രം സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ മാസം 24,632 വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അവഹേളിച്ചുകൊണ്ട് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നാലെ രാജ്യത്ത് നിന്ന് ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതോടെ മാലദ്വീപിന്റെ വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായത് എന്നതാണ് അടിവരയിട്ട് പറയേണ്ട കാര്യം. ജനുവരിയിൽ നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ 3 മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചതായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ കാരണം. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് മാലദ്വീപിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. എന്തായാലും ഇന്ത്യ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് മുന്നോട്ട് കുതിക്കുന്നത്, അത് ഉറപ്പാണ്. നമുക്കറിയാം, ഈ അടുത്ത് തന്നെ മാലദ്വീപ് വിദേശകാര്യ മന്ത്രി മൂസ സമീർ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ചൈനയിലേക്ക് പോയിരുന്നു. മാലദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച ചൈനീസ് കമ്പനികളുമായി മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. ജനുവരിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ അധികാരമേറ്റ ശേഷം മാലദ്വീപ് പ്രസിഡന്റിന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. മുഹമ്മദ് മൊയ്സുവിനും മാലദ്വീപ് പ്രഥമ വനിത സാജിദ മുഹമ്മദിനും ഷീ ജിൻപിങ് വലിയ വിരുന്നാണ് ഒരുക്കിയത്. സന്ദർശന വേളയിൽ മൊയ്സു ചൈനീസ് സർക്കാരുമായി പല സുപ്രധാന കരാറുകളിലും ഒപ്പുവെക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ പര്യവേഷണം ചെയ്യുന്നതിനായിട്ട് മൊയ്സു ചൈനീസ് ഉദ്യോഗസ്ഥരുമായി ധാരാളം കൂടിക്കാഴ്ചകളും നടത്തി. അപ്പോൾ ഈ മൊയ്സുവിന്റെ ചൈന സന്ദർശന വേളയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജം, സമുദ്രം, കാർഷിക സഹകരണം എന്നിവയെക്കുറിച്ചുള്ള ഉഭയകക്ഷി കരാറുകളിൽ മാലദ്വീപും ചൈനയും ഒപ്പുവച്ചിരുന്നു. 2024 മാർച്ചിൽ മാലദ്വീപും ചൈനയും പ്രതിരോധ കരാറുകളിൽ ഏർപ്പെട്ടതോടെ ബന്ധം കൂടുതൽ വളർന്നു. സൈനിക സഹായം നൽകാൻ ചൈന രംഗത്തു വന്നു. എന്തായാലും ചൈന മാലദ്വീപ് കൂട്ടുകെട്ട് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് പുതിയ അടവുമായി എത്തിയിരിക്കുന്നത്. എന്ത് തരത്തിലാകും ഇന്ത്യ മാലദ്വീപിനെ നേരിടുക, എന്തൊക്കെ നീക്കങ്ങൾ നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.